നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ മുൻ ഇടതുപക്ഷ സർക്കാരിനെതിരെയും CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെയും രൂക്ഷ വിമർശനവുമായി ഭരണ അനുകൂല സർവീസ് സംഘടനയായ NGO യൂണിയൻ രംഗത്ത്. കോട്ടയത്ത് നടന്ന NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളന ചർച്ചയിലാണ് മുൻ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും നേതാക്കളുടെ നിലപാടുകൾക്കെതിരെയും പ്രതിനിധികൾ കടുത്ത ഭാഷയിൽ വിരൽ ചൂണ്ടിയത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് NGO യൂണിയന്റെ അവസ്ഥ ഭർത്താവിന്റെ പീഡനം സഹിച്ചും അഭിമാനമോർത്തു മാത്രം വിവാഹബന്ധം തുടരുന്ന ഭാര്യമാരുടേതിന് സമാനമായിരുന്നു എന്നായിരുന്നു ഒരു പ്രതിനിധിയുടെ ആരോപണം. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച മുൻ സർക്കാരിന്റെ നടപടികളിൽ പ്രതിനിധി സമ്മേളനത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. 5 വർഷം പിന്നിട്ടിട്ടും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. ഖജനാവിൽ 6000 കോടി രൂപ മിച്ചമുണ്ടായിരുന്നിട്ടും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും DA കുടിശ്ശികയും നൽകാൻ തയ്യാറാകാത്തത് ജീവനക്കാരോടുള്ള വഞ്ചനയാണെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ ആരോപിച്ചു. താഴെത്തട്ടിലുള്ള ജീവനക്കാരുടെ ജീവൽ പ്രശ്നങ്ങളിൽ സംഘടന വേണ്ടത്ര ഇടപെട്ടില്ലെന്ന ആത്മവിമർശനവും സമ്മേളനത്തിൽ ഉയർന്നു വന്നു. കുടം കമഴ്ത്തിവെച്ച് വെള്ളമൊഴിക്കുന്ന തരത്തിലുള്ള ഭരണശൈലിയായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റേതെന്നും ചില പ്രതിനിധികൾ തുറന്നടിച്ചു. സർക്കാരിനേക്കാൾ ഉപരി CPM സംസ്ഥാന നേതാക്കളുടെ പെരുമാറ്റത്തിനെതിരെയും കടുത്ത അമർഷമാണ് സമ്മേളനത്തിൽ ഉയർന്നത്. രാജാവിന്റെ ദുർഗന്ധം തിരിച്ചറിയാത്ത അനുയായികൾ വാഴ്ത്തുപാട്ടുകൾ ഓരിയിട്ട് നടക്കുകയാണെന്ന് ഒരു പ്രതിനിധി രൂക്ഷമായി പരിഹസിച്ചു. സംസ്ഥാനത്തെ ചില നേതാക്കൾ വെറും വാഴ്ത്തുപാട്ടുകാരായി മാറുകയെന്നും അവർ രാജാവിനേക്കാൾ രാജഭക്തിയാണ് കാണിക്കുന്നതെന്നും പ്രതിനിധികൾ തുറന്നടിച്ചു. അതേസമയം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ലിംഗസമത്വവും സാമൂഹിക നീതിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യം എന്നാൽ കുട്ടിയും കുടുംബവും ബന്ധങ്ങളും വേണ്ടെന്ന് വെച്ച് ഞങ്ങളുടെ വഴിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് തേരാപ്പാര നടക്കുന്നതല്ലെന്ന് അവർ സെമിനാറിൽ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ SFI മുൻ ദേശീയ ജോയിന്റ് സെക്രട്ടറി ദീപ്സിത ധർ, യൂണിയൻ ട്രഷറർ TM ഹാജറ എന്നിവർ പ്രസംഗിച്ചു. പ്രതിനിധി സമ്മേളനത്തിൽ ഉദ്ഘാടനം പ്രമുഖ മാധ്യമപ്രവർത്തകൻ സിദ്ധാർത്ഥ വരദരാജനാണ് നിർവഹിച്ചത്. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MA അജിത് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CPM നേതാവ് VN വാസവൻ, MV ശശിധരൻ, സീമ S നായർ, S ഗോപകുമാർ, A ശ്രീകുമാർ, TKA ഷാഫി, GR പ്രമോദ്, R രഘുനാഥൻ എന്നിവരും സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വൻ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതുറന്ന NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഭരണാനുകൂല സർവീസ് സംഘടനയ്ക്കുള്ളിൽ നിന്നും തന്നെ ഉയർന്ന ഈ പരസ്യമായ പടലപ്പിണക്കവും വിമർശനങ്ങളും CPM നേതൃത്വത്തെയും മുൻ സർക്കാരിന്റെ നയങ്ങളെയും പ്രതിരോധത്തിലാക്കുന്നതാണ്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതും ശമ്പള പരിഷ്കരണം വൈകിച്ചതും ഉൾപ്പെടെയുള്ള ഭരണപരമായ വീഴ്ചകളും നേതാക്കളുടെ അമിത രാജഭക്തിയും താഴെത്തട്ടിലുള്ള അണികളിൽ എത്രത്തോളം വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് കോട്ടയം സമ്മേളനത്തിൽ കണ്ടത്. വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിലും സഖ്യകക്ഷികൾക്കിടയിലും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും തിരുത്തൽ നടപടികൾക്കും വഴി തുറന്നുകൊണ്ടാണ് NGO യൂണിയന്റെ ഈ സംസ്ഥാന സമ്മേളനം സമാപിക്കുന്നത്.